ചിന്തിച്ചു വരുന്ന തീമിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. അതിനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ന് ആവശ്യമായ ചില ആത്മീക ഉത്തേജനവും ആത്മീകമായ വചനവും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഇത് വലിയ ഒരു സങ്കീർത്തനമാണ്. ഏതാണ്ട് സ്തോത്രം 50 വാക്യങ്ങളോളമുള്ള ഒരു സങ്കീർത്തനമാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇതേ സങ്കീർത്തനം തന്നെ ദാവീദ് രചിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുവാൻ അല്ലെങ്കിൽ എഴുതുവാനുള്ള ഒരു കാരണം ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലിനെ ഓർത്ത് പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ലഭിച്ച വിടുതലിന് വിവിധമായ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിടുതൽ ഓർത്ത് നന്ദി അർപ്പിക്കുന്ന, എന്ന് വെച്ചാൽ ഒരു ഡെസ്പറേറ്റ്, ഭയങ്കര ക്രൈസിസ്, ഭയങ്കര പ്രഷരം വന്നപ്പോൾ അതിൽ നിന്നൊരു വിടുതൽ കിട്ടി. ആ സമയത്ത് അകത്തളത്തിൽ നിന്നുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ സങ്കീർത്തനം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ വാഹനം ഓടിച്ച് ഇങ്ങനെ പോകുകയാണ്, നമ്മൾ കുടുംബമായിട്ട് വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ വാഹനം ഓടിച്ച് പെട്ടെന്ന് ഈ വാഹനം നമ്മുടെ കണ്ണൊന്ന് മയങ്ങിപ്പോയി നേരെ ചെന്ന് നടുക്കത്തെ കെർബിലിടിച്ച് വണ്ടി അവിടുന്ന് തിരിഞ്ഞ് ഉൾട്ടയായി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് താഴെ വലിയൊരു കുഴിയാണ്. ആ കുഴിയിലോട്ട് മാറി അതിൻ്റെ സൈഡിൽ വന്നങ്ങ് നിന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നിങ്ങളങ്ങോട്ട് ഇറങ്ങിയതും വണ്ടി പറഞ്ഞ് കുഴിയിലേക്ക് അങ്ങ് പോയി. നിങ്ങൾ ഇറങ്ങിയിട്ട് എന്തോ പറയും? പോയല്ലോ എന്ന് പറയൂ? അയ്യോ വണ്ടി പോയേന്ന് പറയൂ? അന്നേരം നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ പറയും, അയ്യോ വണ്ടി പോയല്ലേ, ഞാൻ പോയാലും കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇറങ്ങിയിട്ട് സ്തോത്രം പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ജീവൻ ഒന്ന് കിട്ടിയപ്പോൾ ഒരു നിങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ലഭിച്ച ആ വിടുതൽ ഓർത്താൽ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അപ്പം പറയുന്നൊരു സ്തോത്രമുണ്ട്. ആ സ്തോത്രത്തിന് ഒത്തിരി വലിയ പവറാണ്. കാരണം ആ ഭയങ്കര അനർത്ഥം എന്തോ സംഭവിക്കാമായിരുന്നു, പക്ഷെ ഒരു പോറൽ പോലും പറ്റാതെ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പുറത്തിറങ്ങി കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ദാവീദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോൾ, ഭയങ്കര ഒരു പ്രശ്നം വന്നപ്പോൾ, ശത്രു തന്നെ തകർക്കുമെന്ന് ചിന്തിച്ച് ആ വാക്യങ്ങളെ കാണുമ്പോൾ അറിയാം. ആ സന്ദർഭത്തിൽ താൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിൽ നിന്നും ഞാൻ ഓരോ വാക്യങ്ങളിൽ പോകുന്നില്ല, അതിനകത്ത് ഒറ്റ വാക്യം അതിനകത്ത് എടുത്തിട്ട് സ്തോത്രം, ഈ മുകളിലുള്ള എല്ലാ വാക്യങ്ങളും അടിസ്ഥാനപ്പെട്ട് കിടക്കുന്ന ഒരു വാക്യം. സ്തോത്രം. തൻ്റെ ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം വിടിവിച്ചതൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്ന ഒറ്റ വാക്യം വായിക്കാം. അതിൻ്റെ 19ഉം 20ഉം വാക്യം. മതി. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യാണ്, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്, അല്ലേ? എന്താ പറഞ്ഞേ? എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. നോക്കിയേ, സ്തോത്രം. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. അപ്പം ദൈവം പ്രസാദിക്കുന്ന ജീവിതമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമുണ്ട്. രണ്ടുമുണ്ട്. ഇത് രണ്ടും വേണം. ദൈവം പ്രസാദിക്കണം, മറുസൈഡ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച ഒത്തിരി പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവർ. ആദ്യമായി ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്ന എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? എന്താ? ദൈവം ആദ്യമായി ദൈവത്തെ പ്രസാദിപ്പിച്ചത്, ദൈവത്തെ ആരാധിച്ച് യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചതാ. അപ്പം ആരാധനയിൽ എന്തുണ്ടാകും? അപ്പൊ ദൈവം പ്രസാദിക്കുന്നതിന്റെ ഒന്നാമത്തെ, ഇവിടെ ദാവീദ് പറഞ്ഞ വാക്യം മറക്കരുത്, അവൻ എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. അപ്പൊ പ്രസാദിപ്പിക്കാനുള്ള കാര്യമായി പറഞ്ഞു വരുന്നത്. ഒന്ന്, ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന. അവിടെ സ്തോത്രം, സങ്കീർത്തനത്തിൽ ആബേൽ എന്ത് ചെയ്ത്? ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം അർപ്പിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണല്ലോ നമ്മോട് പുതിയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അത് തന്നെയാ. എന്താ? റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. കണ്ടോ, അപ്പൊ ഒന്നാമത്തെ പ്രസാദം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ എന്തായിരുന്നു? ഒരു യാഗമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഇന്ന് ദൈവപ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ജീവിതമായി സമർപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൽ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കും. ദൈവം പ്രസാദിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവിധമായ നിലകളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്. 147 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 11 വാക്യത്തിൽ വായിക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. 147:11. കണ്ടോ, അപ്പൊ തന്നെ ഭയപ്പെടുന്നവരിൽ എന്ത് ചെയ്യുന്നു? ദൈവം പറയും. അപ്പൊ ദൈവഭയം എന്ന് പറയുന്നത് ദൈവം പ്രസാദം കിട്ടുന്ന ഒന്നുക. ആമേൻ. അപ്പൊ ദൈവത്തെ പ്രസാദിക്കാൻ ഇന്നത്തെ കാലത്ത് ദൈവപ്രസാദത്തിന് വേണ്ടി വിവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ദൈവം ആവശ്യപ്പെട്ട, ദൈവം പ്രസാദിക്കുന്ന ചില മണ്ഡലങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിച്ചു, ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുണ്ട്. 2, ദൈവത്തെ എന്ത് ചെയ്യുമ്പോഴാ? ഭയപ്പെടുമ്പോൾ ദൈവം പ്രസാദിക്കുന്നുണ്ട്, അല്ലെ? ദൈവത്തെ ഭയപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. 149 സങ്കീർത്തനം 4 വാക്യത്തെ പറയുമ്പോൾ അവിടെ സ്തുതിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. 49 മതി. ദൈവം തന്റെ ജനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു. ഏത് ജനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നേ? താഴ്മയുള്ളവർ. അതിന്റെ മുകളിലോട്ടൊന്ന് വായിച്ചേ. അതിന്റെ മുകളിൽ മുതൽ 1 മുതൽ ഒന്ന് വായിച്ചേ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവരിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന ജനത്തോട് ദൈവം പറയുന്നു, യഹോവ തന്റെ ജനത്തെ പ്രസാദിക്കുന്നു. കണ്ടോ, അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. അപ്പോൾ സ്തുതിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു, നൃത്തം ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. സ്തോത്രം. പാട്ടുപാടുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. മുകളിലുള്ള വാക്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദൈവം പ്രസാദമുണ്ട്, ആരാധിക്കുന്നതിനകത്ത് ദൈവപ്രസാദമുണ്ട്, പാട്ടുപാടുമ്പോൾ ദൈവപ്രസാദമുണ്ട്. ഇതൊക്കെ ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. തീർന്നില്ല. ഇനി സദൃശ്യവാക്യങ്ങളിലേക്ക് വന്നാൽ ദൈവം വെറുക്കുന്നതും ദൈവം പ്രസാദിക്കുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 12:22 വാക്യം വായിച്ചേ. വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരവന് പ്രസാദം. മറന്നു പകർന്ന് ഞാൻ ഓരോന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സത്യം പ്രവർത്തിക്കുന്നവരെന്താണ് ദൈവത്തിന് പ്രസാദം. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് സംസാരിച്ച് പോകാനുള്ള സമയമില്ല, കാരണം നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. ഇവിടെ പറഞ്ഞിരുന്നു, അപ്പം ദൈവം പ്രസാദിക്കുന്നത് സത്യം പ്രവർത്തിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. തീർന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തതയുള്ളെങ്കിൽ ദൈവം പ്രസാദിക്കുന്നു. 11 സദൃശവാക്യം 11:1 വാക്യം വായിച്ചേ. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടോ വല്ലോ? എന്തുവാ? കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്. സ്തോത്രം. കപടം കാണിക്കുന്നത്, തെറ്റ് കാണിക്കുന്ന എല്ലാം ദൈവത്തിന് വെറുപ്പ. ഒത്തപടിയോ എന്ന് പറഞ്ഞാൽ അത് വിശ്വസ്തതയാണ് കാണിക്കുന്നത്. സ്തോത്രം. അത് ദൈവത്തിന് പ്രസാദം. കപടം കാണിക്കരുത്. ബിസിനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് കണ്ടാകരുത്? കപടം കാണിക്കരുത്. അപ്പോൾ ഒത്തപടി അത് ദൈവത്തിന് പ്രസാദം. എന്നിട്ട് വീണ്ടും അതിന്റെ 20 വാക്യം വായിച്ചാൽ, നിഷ്കളങ്കതയിൽ ദൈവം വക്രബുദ്ധി യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ഇങ്ങനെ പറഞ്ഞു പോകാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം പ്രസാദിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദാവീദ് പറയാ, ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. ആ വാക്ക് ശ്രദ്ധിക്കണം, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചേ? ഈ സങ്കീർത്തനത്തിൽ തന്നെ അവനിൽ പ്രസാദിക്കുവാനുള്ള ചില കാരണങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ പ്രസാദിച്ചു. 1-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കണ്ടോ, ഇവിടെ ദാവീദ് പറയാ,
ദൈവമായ കർത്താവേ, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അല്ലേ? സ്തോത്രം. ദൈവം പ്രസാദിക്കുന്നത് ആരിലാണ്? ആരെ? ദൈവത്തെ സ്നേഹിക്കുന്നവര്, ദൈവത്തെ സ്നേഹിക്കുന്നവര്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരിച്ചു ചോദിക്കുന്നു, നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? Do you pray because you love God or because you want something from Him? അതൊക്കെ തിയറിയിൽ കിടപ്പുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് സ്നേഹമുണ്ടായിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, അതോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ദാവീദ് പറയുക, അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് ദാവീദ്, കർത്താവേ, എൻ്റെ നിലവിളി നീ കേട്ടത് കൊണ്ട് ഞാൻ നിന്നെ, അപ്പൊ കിട്ടിയില്ല, കേട്ടില്ലെങ്കിലോ? മനസ്സിലായോ? അപ്പൊ നമ്മുടെ സ്നേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാ? എന്തെങ്കിലുമൊക്കെ കർത്താവ് തന്നോണ്ടാണോ നാം സ്നേഹിക്കുന്നത്? ആ സ്നേഹം നിലനിൽക്കത്തില്ല. അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ടാ വാടിപ്പോതെ. അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആരാധനയൊന്നും വലിയ കാര്യമല്ലാത്ത. അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് വലിയ സ്തുതിക്കാനും സ്തോത്രാനും ഒന്നും പറയാത്ത. കാരണം അകത്തളത്തിൽ ക്രിസ്തുവിനുള്ള സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. അകത്ത് നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ സ്തോത്രം പറയാൻ ആരും പറയണ്ട. പറയണോ? ഹല്ലേലൂയ. അകത്ത് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അതിർത്തിൽ നിന്ന് സ്തുതി സ്തോത്രം പറയും. അത് പറയാൻ ആരും പറയണ്ട. ആമേൻ. ഇന്ന് അകത്ത് സ്നേഹമില്ലാത്തത് കൊണ്ടാ ഒന്ന് ആരാധിക്കാൻ പറ്റാത്ത. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ സ്തോത്രം. ഈ കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അകത്ത് സ്നേഹം വേണം. സ്നേഹം ഉണ്ടായ അകത്ത് മാത്രം ഇരുന്നാൽ പോരാ. ചിലരുടെ ഏറ്റവും വലിയ പരാജയം അതാ. ഞാൻ ഫാമിലിയുടെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് തോളനൊക്കെ തട്ടി ഐ ലവ് യു മോളെ എന്നൊക്കെ ഒന്ന് പറയണം. സ്തോത്രം. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം വ്യത്യസ്തമാണ്. അതൊരു സ്നേഹമാണ്. അവിടെയാണ് എക്സ്പ്രഷൻ വരുന്നത്, അവിടെയാണ് പ്രകടനം വരുന്നത്. അല്ല ചുമ്മാതെ സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ എഴുതി ബാഗ് എടുത്തുകൊണ്ട് വീട്ടിൽ ജോലിക്കും പോയി വൈകിട്ട് വന്ന് കയറി കിടന്ന് ഉറങ്ങുന്നതല്ല സ്നേഹം. ഇതൊക്കെ പറച്ചില്ലേ ഉള്ളൂ. അപ്പൊ ക്രിസ്തുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ ഇവിടെ വന്ന് കയ്യും കെട്ടി കുത്തിയിരുന്നാൽ സ്നേഹമാവത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായോ? നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ, കൂട്ടത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഞാനും പറയണ്ട. സ്തോത്രം. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിന് ലഭിച്ച സ്നേഹമല്ല നിനക്ക് കിട്ടിയ സ്നേഹം. നിനക്ക് ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായ സ്നേഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ, എൻ്റെ അപ്പുറത്തുള്ളവന്റെ സ്നേഹത്തിന്റെ നിലവാരം നോക്കിയല്ല നീ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിനെ സ്തുതിക്കണം. അവിടെ ആരും പറയേണ്ട ആരാധനയ്ക്ക്. ഇന്ന് ചിലരെയൊക്കെ ഉന്തി തള്ളി കൊണ്ടുവേണം ആരാധനയ്ക്ക് കൊണ്ടുവരാൻ. ഒരു ആരാധനയ്ക്ക് വേണമെങ്കിൽ 4 പ്രാവശ്യം വിളിക്കണം. ഒരു കൂട്ടത്തിന് വേണമെങ്കിൽ 4 പ്രാവശ്യം വിളിക്കണം. ഇല്ലെങ്കിൽ ആരാധന പോയി, കൂട്ടം പോയി. എന്താ വരാത്തെ? അകത്ത് സ്നേഹം, ക്രിസ്തുവിനോട് സ്നേഹമുണ്ടോ? അതോ ഇതൊരു പേരിന് വേണ്ടിയാണോ? സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നു, കർത്താവേ, ദാവീദിന്റെ ജീവിതം പ്രസാദിച്ച കാര്യമായി പറഞ്ഞു വരുന്നേ. ബിക്കോസ് ഹി ലവ്ഡ് ഗോഡ്. ദൈവത്തെ അവൻ എന്ത് ചെയ്തു? സ്നേഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത് ദാവീദ് പറയുകയാണ്, ദൈവത്തെ അകമഴിഞ്ഞ സ്നേഹിച്ച ഒരു ഭക്തനായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. കാരണം ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാ. ദൈവം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പോൾ തന്നെ ക്രിസ്തു ദൈവം പഴയ നിയമത്തിൽ കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 6-ാം അധ്യായം 1-ാം ഭാഗത്തിൽ കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്ന് ഒരു വാക്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഏത് വാക്യം അത്? 5-6. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ദൈവം പറയാ, ജനത്തോട് പറയാ, നീ എന്ത് ചെയ്യണമെന്ന്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. കണ്ടോ ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ? കണ്ടോ? നമ്മുടെ ശരീരം വേർക്കരുന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല ദൈവത്തോടുള്ള സ്നേഹം. കൈ പൊട്ടു എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല ദൈവ സ്നേഹം. കൈ പൊട്ടിയ ചരിത്രങ്ങളുണ്ട്.
പിതാക്കന്മാരുടെയൊക്കെ മാതാക്കളുടെയൊക്കെ കൈ പൊട്ടിയോണ്ടാ ഇന്ന് നമ്മൾ ദൈവത്തെ ഇവിടെ നിന്ന് ആരാധിക്കുന്നത്. ആമേൻ. അവർ ദൈവസ്ഥലിൽ ഇരുന്നപ്പോൾ മുട്ടൊക്കെ കീറിയിട്ടുണ്ട്, മുട്ടൊക്കെ പൊറിഞ്ഞിട്ടുണ്ട്, കൈയെല്ലാം പൊട്ടി കീറിയിട്ടുണ്ട്. അതുപോലെ അവർ ദൈവത്തെ ആരാധിച്ചവരാ. ഇന്ന് നമ്മളോ? നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, വെറ്റിലയ്ക്കകത്ത് ചുണ്ണാമ്പ് കേൾക്കുന്നല്ല ചിലരുടെ കയ്യടി കണ്ട. സ്തോത്രം. കൈക്കും നോവരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ സങ്കീർത്തന കർത്താവ് പറയാ, നിങ്ങൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ. ഓ, വല്ല ശക്തി ഉപയോഗിച്ചിട്ടുണ്ടോ വന്നിട്ട്? സ്തോത്രം. ശക്തിയോട് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതും ഐ തിങ്ക് മത്തായിയുടെ 22-ലാന്ന് തോന്നുന്നു. 22-ന്റെ 35-36 ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കി. അവിടെ പറയുന്നത് യേശു അവനോട് 37 നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടും കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇത് ദാവീദ് ചെയ്തു. അതുകൊണ്ടാണ് ദൈവം അവനെ പ്രസാദിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് അവനെ പ്രസാദിക്കാനുള്ള കാരണം അവന്റെ പ്രാർത്ഥനയായിരുന്നു. അതിന്റെ 6-ാം വാക്യം 18 ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ അപേക്ഷ കേട്ടു. അപ്പൊ ദാവീദ് ആരായിരുന്നു? പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവന്റെ അപേക്ഷ കേൾക്കാനുള്ള രണ്ടാമത്തെ, അല്ലെങ്കിൽ ദൈവം അവന് പ്രസാദിക്കാനുള്ള രണ്ടാമത്തെ കാരണം അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സ്തോത്രം. മൂന്നാമത്തെ കാരണം അവനൊരു വെടിപ്പുള്ള കരമുണ്ടായിരുന്നു. അതിന്റെ 20-ാം വാക്യം, യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം നൽകി. അപ്പൊ ദാവീദിന് വെടിപ്പുള്ള എന്തുണ്ടായിരുന്നു? ഒരു കരമുണ്ടായിരുന്നു. അതിന്റെ 24 കൂടെ വായിച്ചേ. യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം. ഞാൻ പറഞ്ഞു, ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചതിന്റെ കാരണമായി പറയുന്നേ, 1, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. 2, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 3, അവന്റെ കൈകൾ വെടിപ്പുള്ളതായിരുന്നു. അവന്റെ ഇടപാടുകളിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അവിടെ സ്തോത്രം വളരെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. സ്തോത്രം. അതാണ് ദാവീദിന്റെ മൂന്നാം. വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ വെടിപ്പുള്ള കരമുണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ 21-22 വാക്യമാണ്, അവൻ ദൈവ വഴികളെ യഥാർത്ഥമായി പ്രമാണിക്കുന്നവനായിരുന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, ഞാൻ ദൈവത്തിന്റെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. എന്റെ ദൈവത്തോട് ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാ, നീ ദൈവ വഴിയിൽ നിന്ന് തെറ്റുമ്പോൾ അതിന്റെ അർത്ഥം നീ ആരോട് ദ്രോഹം ചെയ്യുക? ദൈവത്തോട് ദ്രോഹം ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയാ, ഞാനൊരു ദൈവത്തോട് ദ്രോഹം ചെയ്തിട്ടില്ല. അവന്റെ വഴികളിൽ തന്നെ ഞാൻ നടന്നിട്ടുണ്ട്. അവന്റെ പ്രമാണത്തെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. പ്രമാണം വിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പ്രമാണം വിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല. പ്രാഗൽഭ്യത്തോടെ ദാവീദ് പറയുന്നത് കൊണ്ടാ അവൻ പറയുന്നത്, ദൈവം എന്നിൽ പ്രസാദിച്ചു. ഹല്ലേലൂയ. അപ്പോ വീട് തീർന്നില്ല. ദൈവം മുമ്പാകെ ഒരു നിഷ്കളങ്കനായിരുന്നു ദാവീദ്. അതിന്റെ 23-ാം വാക്യം, ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു. ഞാൻ അവന്റെ മുമ്പാകെ എന്തായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. കണ്ടോ എത്ര കാരണങ്ങൾ. ഇനിയും താഴോട്ട് പറയാനുണ്ട്, ഞാനത് പോകുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ദൈവം അവനിൽ എന്ത് ചെയ്തു? പ്രസാദിച്ചു. അവൻ പ്രസാദിച്ചത് കൊണ്ട് എന്താ ചെയ്തത്? പ്രസാദിച്ചത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് 16-ാം വാക്യം മുതൽ താഴോട്ട് കാണുന്നത്. ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. 18-ാം വാക്യം, യഹോവ എനിക്ക് തുണയുണ്ടായിരുന്നു, കാരണം ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവം പ്രസാദിച്ച ഒരു ജീവിതം ഉണ്ടെങ്കിലുണ്ടല്ലോ, അവൻ തക്ക സമയത്ത് കരം നീട്ടി നിന്നെ വിടുവിക്കും. തക്ക സമയത്ത് അവൻ കരം നീട്ടി നിന്നെ പിടിക്കും. നീ വെള്ളത്തിൽ താണു പോകുമ്പോൾ, നീ പ്രതികൂലത്തിൽ അകപ്പെടുമ്പോൾ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം. കാരണം അവൻ നിന്നിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണം. ഇവിടെ ദാവീദ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു.
അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ബിക്കോസ് ഹി ഡിലൈറ്റഡ് ഇൻ മീ. എന്നിൽ പ്രസാദിക്കുന്നത് കൊണ്ടല്ല, പ്രസാദിച്ചിരിക്കുന്നതുമല്ല, പ്രസാദിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഈ പ്രശ്നം വരുമ്പോൾ ആണോ പ്രസാദം ചോദിച്ചേ? വിഷയം വന്നപ്പോഴാണോ? ഇവിടെ പ്രശ്നം വന്നപ്പോഴല്ല, ശത്രു അവനെ പിടിച്ചപ്പോഴല്ല. ഓക്കെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം എന്തോ വിഷയം എന്തറിയാം? നമ്മൾ ദൈവത്തോട് പലതും ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നപ്പോഴാണെന്നറിയാമോ? ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ജോലിയിലെ എല്ലാ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഒരു വഴി തുറക്കാതെ ഇങ്ങനെ ഭയങ്കര അവസ്ഥയിരിക്കുമ്പോഴാ കർത്താവേ എന്നെ രക്ഷിക്കണേ, കർത്താവേ എന്നെ വിടുവിക്കണേ. എപ്പോഴാ പ്രശ്നം, പ്രതിസന്ധി വന്നപ്പം. ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. ദാവീദ് തൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോഴല്ല, സ്തോത്രം, ഇന്നലകളിൽ അവൻ ദൈവത്തെ പ്രസാദിച്ചിരുന്നത് കൊണ്ട്, ഇന്നലകളിൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് ഇന്നവൻ പ്രതിസന്ധിയിലായപ്പോൾ, ഇന്നവൻ ഹല്ലേലൂയ അനർത്ഥത്തിൽ ചെന്നുപെട്ടപ്പോൾ, ഇന്ന് അവൻ സ്തോത്രം പെരുവെള്ളത്തിൽ ചെന്നുപെട്ടപ്പോൾ അവൻ കൈ നീട്ടി എന്നെ വിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ ഉയർത്തി. സ്തോത്രം. എപ്പോഴാ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇന്നലകളിലാണ് ദൈവം അവനെ പ്രസാദിച്ചത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് ഇന്നലകളിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് ഇന്ന് അവന്റെ വിഷയത്തിൽ എന്ത് ചെയ്തു? അവൻ പിന്നെ അവിടെ നിന്ന് ചോദിച്ചതൊന്നുമില്ല. എൻ്റെ ചിന്തയിൽ അന്നേരം ദൈവത്തോട് കർത്താവേ ദാണ്ട ശത്രു വന്ന് എന്നെ കാലെ പിടിച്ച് വലിക്കാൻ തുടങ്ങുന്ന വിടിയിക്കണമെന്നൊന്നും ദാവീദ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ട്, ദൈവം അവന് പ്രസാദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആവശ്യം വരുമ്പോൾ ദൈവത്തോട് വിളിക്കുന്നതും മുന്നമേതി ദൈവം നിന്നെ പ്രസാദിച്ചിട്ട് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന രണ്ടും രണ്ടാ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് ബാങ്കിൽ ചെന്നാൽ രണ്ട് രീതിയിൽ പൈസ വിഡ്രോ ചെയ്യാം, രണ്ട് രീതിയിൽ. ഓക്കെ, നിങ്ങൾ നല്ല ജോലിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ ആയിരിക്കുന്നതിലൊക്കെ ജോലിയൊക്കെ ഉണ്ടല്ലോ, അല്പം സ്വല്പമൊക്കെ സമ്പാദിച്ചിട്ട് അല്പമൊക്കെ സേവ് ചെയ്ത്, അല്ലേ, നീക്കിയിരിപ്പൊക്കെ വെച്ച് കുറേശ്ശെ ബാങ്കിലിട്ട് ഒരു ഡിപ്പോസിറ്റ് ആക്കി എന്നിരിക്കട്ടെ. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പം അത് നല്ലൊരു തുകയായി. നമ്മുടെ ഒരു ആവശ്യം വരിക, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കല്യാണമോ അവരുടെ വിദ്യാഭ്യാസമോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നിരിക്കട്ടെ. ആ സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിലേക്ക് ചെന്നാൽ ഒരു ചെക്ക് എഴുതി കൊടുക്കാൻ ചെന്നാൽ മതി. സ്തോത്രം. നമ്മൾ ആ കൗണ്ടറിലെങ്ങും പോകണ്ട. പിന്നെ ബാങ്ക് മാനേജർ നേരെ വന്ന് നിങ്ങൾ നാട്ടിലൊക്കെ ചെന്നപ്പോൾ മാനേജർ വന്ന് നേരെ ബാങ്കിൻ്റെ മാനേജറുടെ റൂമിൽ ഇരുന്നാട്ടെന്നൊക്കെ പറഞ്ഞ് കസേരയിട്ട് ഇരുന്ന് എന്തൊരു കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ മിടുക്കന്മാരൊന്നും ആയിട്ടൊന്നല്ല, എന്തൊക്കെയോ അവിടെ ഉണ്ടായോണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെന്നിരിക്കുന്ന പോലെ കൗണ്ടറിൽ ചെന്ന് ക്യൂ നിന്നെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ബാങ്ക് മാനേജർ കസേരയൊക്കെ ഇട്ട് മുള്ളിയുടെ റൂമിൽ കയറ്റി ഇരുത്തി നമ്മൾ ചെക്ക് എഴുതി അവിടെ പുള്ളി കൊടുത്താൽ മതി. പുള്ളി നേരെ കൗണ്ടറിൽ കൊണ്ടുപോയി ഇപ്പം ക്യാഷൊക്കെ മേടിച്ച് നമ്മുടെ കൈ കൊണ്ട് തരും. അല്ലേ? അനുഭവം ഉണ്ടോ? ഇല്ലേ? ഡിപ്പോസിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നല്ല, നിങ്ങൾ ചെന്നപ്പോൾ ഉണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോ എന്നോ ചോദിച്ചേ? ഇല്ലേ? ഉണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിലുണ്ട്. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ എപ്പോൾ നാട്ടിൽ ചെന്നാലും നേരെ ഞാൻ കൗണ്ടറിൽ എങ്ങും പോകത്തില്ല, ബാങ്ക് മാനേജർ ചെല്ലും. പുള്ളിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്ത് കൊടുക്കും. പുള്ളി കൊണ്ട് ചെന്ന് കൗണ്ടറിൽ കൊടുത്ത് മാറി എൻ്റെ കൈകാശ കൊണ്ട് തരും. അങ്ങനെയൊക്കെ അങ്ങ് ഭവിക്കട്ടെ. സ്തോത്രം. ഓക്കെ, ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ വിടുക. പിന്നെ മറ്റൊരു രീതിയുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് ബാങ്കിലൊന്നുമില്ല, ആവശ്യം വരുമ്പം നമ്മുടെ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് പറ്റിയിട്ട് എടുത്ത് 2 സർക്കാർ ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ബാങ്ക് മാനേജർ ആയിരിക്കും ചെന്നിട്ട് സാറേ എന്ന് വിളിച്ചാൽ ഒരു ലോണിന് അപ്ലൈ ചെയ്യത്തില്ലേ? സാറേ എന്ന് വിളിച്ച് 5-6 വട്ടം ബാങ്കിൽ കയറി ഇറങ്ങിയാൽ ചിലപ്പം കിട്ടും. മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം പിടികിട്ടിയോ വല്ലോ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് നിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നീ സാറേ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രൈസ് ഗോഡ്.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്നാൽ നീ എന്തുകൊണ്ടാണ് സാറേ വിളിക്കുന്നറിയാമോ? നിനക്ക് ആയുസുള്ളപ്പം, നിനക്ക് ആരോഗ്യമുള്ളപ്പം, നിന്റെ കൈ 10 കാശുണ്ടായിരുന്നപ്പം നീ വേണ്ടുന്നതിന് വിനിയോഗിക്കാതെ തൂർത്ത് നടന്നിട്ട് ആവശ്യം വന്നപ്പോൾ സാറേ എന്ന് വിളിച്ചാൽ ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ മുന്നേ പ്രസാദിച്ചാലുണ്ടല്ലോ, നിന്റെ ആവശ്യം വരുമ്പോൾ നീ സാറേ വിളിക്കണ്ട, കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. ഇല്ലെങ്കിലുള്ള പ്രശ്നം ഈ സമയത്താണ് നമ്മൾ 7 ദിവസത്തെ ഉപവാസം എന്തിനാ? ഇന്ന വിടുതലിന് വേണ്ടി. 10 ദിവസത്തെ ഉപവാസം ഇന്ന വിഷയത്തിന് വേണ്ടി. നോ. സ്തോത്രം. ഈ ഹിസ്കിയാവിനെ കുറിച്ച് കാണുന്നുണ്ട്. ഹിസ്കിയാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിലേക്ക് ചെന്നിട്ട് ഒരു ദൂത് പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പോവാ? മരിക്കാൻ പോവാ. 38-ാം അധ്യായത്തിലെ കിടപ്പുണ്ട്. നീ മരിക്കാൻ പോവാ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ഹിസ്കിയാവ് ഇരുന്നോട്ട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ? ആ വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം അത് വാക്യമുണ്ടോ? അവൻ്റെ വാക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ അപ്പം ഇവിടെ സംഭവിച്ചത് ഒരു കുഴപ്പമില്ല, ദൂത് വന്നു പറഞ്ഞു നീ മരിക്കാൻ പോവാ. ഓക്കെ, ഈ മരണവാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ യെശയ്യാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്ക് കേട്ടെ. യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിന്റെ മുമ്പിൽ ഞാൻ നടന്നു. നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ നിനക്ക് പ്രസാദമായിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഓർക്കണമേ. കണ്ടോ, ഇപ്പൊ ഓർത്താ മതി. ഈ വിഷയം വന്നപ്പം നീ ചെയ്തത് കർത്താവ് എന്ത് ചെയ്യും? ഓർക്കും. ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് കാണുന്നുണ്ട്. ദാനിയേലിനെ കുറിച്ച് നമുക്കറിയാം. ദാനിയേലിനെ സിംഹക്കുഴി ഇട്ട സമയമുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴി ഇട്ടപ്പോ സിംഹക്കുഴി ചെന്ന് വീണപ്പം അയ്യോ എന്ന് വിളിക്കുമായിരുന്നില്ല ദാവീദ്. ആയിരുന്നോ? ആണോ? അല്ല. അവനെ കുറിച്ച് രാജാവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. അതിന്റെ 26-ന്റെ 23-ാം വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് പറയുക. സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന്. അല്ലല്ല, അതിന്റെ 23-ലാണോ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. താഴെ വായിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട്, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ദൈവം അവനെ വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കാരണം ദാനിയേലിന്റെ ജീവിതത്തിൽ അവൻ സിംഹക്കുഴി ചെന്ന് വീണിട്ട് സ്തോത്രം പറയായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു അവനെ. ഹലോ, കാരണം അവൻ ചെല്ലുന്നതിന് മുന്നേ സിംഹം വിഴുങ്ങുമായിരുന്നു. പക്ഷേ അവൻ വീഴുന്നതിന് മുൻപേ ദൂതനെ അവിടെ ഇറക്കാൻ കാരണം എന്താ അറിയോ? പ്രാർത്ഥിച്ച പ്രാർത്ഥന ഡിപ്പോസിറ്റ് കിടക്കുക, ആരാധിച്ച ആരാധന ഡിപ്പോസിറ്റ് കിടക്കുക, ദൈവത്തിന് വേണ്ടി ചെയ്തത് ഡിപ്പോസിറ്റ് കിടക്കുക. സ്തോത്രം. ആ പ്രസാദിച്ചിരുന്നത് കൊണ്ട് ദൈവം അവനെ പിടിപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, പ്രശ്നം വരുമ്പോൾ കർത്താവേ ഞാൻ നിന്നെ സേവിച്ചോളാം എന്ന് പറയുന്നത് അല്ലല്ല, മറിച്ച് നീ ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് ബലമുള്ളപ്പോൾ, നീ ആരാധിക്കാൻ നിനക്ക് കഴിവുള്ളപ്പോൾ നീ ആരാധിച്ചാൽ, നിനക്ക് ബലഹീനപ്പെടുമ്പോൾ നിന്റെ ആരാധിച്ച ആരാധന ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും. പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിവുള്ളപ്പോൾ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിന്റെ ഒരു ആവശ്യഘട്ടത്തിൽ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും. ആരോഗ്യമുള്ളപ്പോൾ നീ ഉപവസിച്ചാൽ, നീ ഉപവസിച്ച ഉപവാസം ഉണ്ടല്ലോ, നിന്റെ അനർത്ഥ ഘട്ടത്തിൽ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ ആ സമയത്ത് വിടുവിക്കാനിടയായി തീരും. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവം എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് അവൻ എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാ കണ്ണുകളും നിമിഷമടയട്ടെ.